നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നല്ലൊരു ബന്ധത്തിലിരുന്ന നിങ്ങൾ പെട്ടെന്ന് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പൊ രണ്ടുപേരും ലോ കോണ്ടാക്റ്റിലാണ്. അപ്പോ ആ ഒരു സങ്കടത്തിലിരിക്കുന്ന നിങ്ങൾക്ക് തിരിച്ചു വരുമോ ഈ വ്യക്തി? ഇനി ഒരു കോണ്ടാക്റ്റിനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? അറിയാനുള്ള റീഡിംഗ് ആണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്. 3 പിക്ക് കാർഡ് റീഡിംഗ് ആണ്. 3 കളർ റോസ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ്, യെല്ലോ, വൈറ്റ്. ഇതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എത്ര റെസണേറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ഇതൊരു പേഴ്സണൽ റീഡിംഗ് വന്നതാണല്ലോ. കോണ്ടാക്റ്റിലാണ് വ്യക്തി തിരിച്ചു വരുമോ എന്ന് അറിയാൻ വേണ്ടി ഒരു പേഴ്സണൽ റീഡിംഗ് വന്നതാണ്. അപ്പൊ ഞാൻ അതും കൂടെ അത് എടുക്കുകയാണ്. ഇപ്പൊ ജനറൽ റീഡിംഗ് ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഓം നമഃ ശിവായ. അപ്പോൾ നമുക്ക് കാർഡുകൾ മാറ്റാം. എന്നിട്ട് നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാൻ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഈ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ഓറക്കൽ മെസ്സേജ് ആണ് ഇപ്പൊ വരുന്നത് നമുക്ക് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓണമൊക്കെ അടുത്തു. ഹാപ്പി ഓണം എല്ലാവർക്കും. അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. നല്ലൊരു ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും ഭഗവാൻ അവസരം ഉണ്ടാക്കി തരട്ടെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാർഡ് കിട്ടിയിട്ടുണ്ട്, ഹെൽപ്പിംഗ് ഹാൻഡ്. നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ, ഞാൻ എപ്പോഴും നമ്മളെന്നാണ് പറയാറ്, നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. ചില സമയത്ത് നമ്മൾ 10 രൂപ കൊടുത്താൽ അത് മുഴുവനും നമുക്ക് അതിൽ നിന്നൊരു വരുമാനം അല്ലെങ്കിൽ അതിനൊരു തിരിച്ച് നമുക്ക് കിട്ടും, അതിന്റെ ഫലം നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. അത് പാടില്ല. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ നമ്മൾ അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളെ മുഴുവനായിട്ട് സ്നേഹിക്കുക. അയാളുടെ നെഗറ്റീവ് ക്വാളിറ്റീസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല, പോസിറ്റീവ് മാത്രം മതി, അയാൾ എന്റേത് മാത്രമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ, അയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ അതൊരു സ്നേഹമല്ല, അതൊരു ഡിപ്പെൻഡൻസി ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എപ്പോഴും ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ, ഒരാളെ സഹായിക്കുമ്പോൾ അകമഴിഞ്ഞ് സഹായിക്കണം, ഒന്നും പ്രതീക്ഷിക്കരുതെന്നുള്ള കാർഡാണ് ആദ്യം വരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാർഡാണ്. ഇനി എന്തെങ്കിലും കാർഡ്സ് വരാനുണ്ടോ എന്ന് നോക്കാം. ഇനി ഒരു കാർഡ് കൂടെ മറന്നിട്ടുണ്ട്. ഈ കാർഡ് ഓം, ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഈ ഓം എന്ന മന്ത്രം ജപിക്കാൻ പറയുന്നത് നിങ്ങളോട്. ഓം എന്നത് യൂണിവേഴ്സൽ സൗണ്ട് ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഓം എന്ന് പറയുമ്പോൾ ആ വൈബ്രേഷൻ നമ്മളുടെ ശരീരം മുഴുവനും വ്യാപിക്കും. നമ്മുടെ ചക്രാസ് എല്ലാം അൺബ്ലോക്ക് ആവും, തേർഡ് ഐ ചക്ര എല്ലാം അൺബ്ലോക്ക് ആവും, മൊത്തത്തിൽ ബ്രെയിൻ ഒക്കെ ക്ലിയർ ആവും, നമുക്ക് ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഓം ജപിക്കാൻ പറയുന്നത്. ഈ രണ്ട് കാർഡാണ് ഇത് കോമൺ ആണ് എല്ലാ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ സെലക്ട് ചെയ്തില്ലേ നിങ്ങൾ, റെഡും യെല്ലോവും വൈറ്റും, 3 പേർക്കും കൂടിയിട്ടുള്ള മെസ്സേജ് ആണ് വന്നത് കേട്ടോ. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഭഗവാനെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ഇപ്പോഴത്തെ എനർജി. അപ്പൊ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലായിട്ട് ചിലപ്പോ ഒരു ദിവസം ആയിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോ ഒരു മാസം, ഒരു വർഷം, ചിലപ്പോ വർഷങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നു, പക്ഷെ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. നമ്മൾക്ക് അവരുടെ ഇപ്പോഴത്തെ എനർജിയാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഭഗവാനെ, ഇതെല്ലാം ഷഫിൾ ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന കാർഡുകളാണ്. ഭഗവാനെ, ഈ വ്യക്തി റെഡ് കളർ റോസ് സെലക്ട് ചെയ്തവരുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഇപ്പോഴത്തെ എനർജി ചോദിക്കുമ്പോൾ 8 ഓഫ് കപ്സ് ആണ്. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് വളരെ സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഉപേക്ഷിച്ച് പോയത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ അത്രയും സ്നേഹം, അത്രയും സുഖ സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അതിലൊരു ഇല്ലായ്മ കണ്ട ഒരു വ്യക്തിയാണിത്. എന്തോ ഒരു കാര്യം ഈ വ്യക്തിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറെ നാൾ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തു. ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും എല്ലാം മറച്ചു വെച്ച് ആ വ്യക്തി നിങ്ങളുടെ കൂടെ നിന്നു. പക്ഷേ അവസാനം ആ വ്യക്തിയുടെ വഴി തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചു. ആ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ്, അതിനകത്ത് റിഗ്രറ്റ് ഇല്ല ഈ വ്യക്തിക്ക്. ഈ വ്യക്തി തീരുമാനിച്ച് ഇറങ്ങിപ്പോയ ഒരാളാണ്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു കുറവ് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്തില്ലേ. അപ്പോ സ്വന്തം
തീരുമാനങ്ങളുടെ പുറകെ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ക്യാൻസർ പൈസസ് സ്കോർപിയോ ആണ് ഇത്. അപ്പോ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജിയും അത് തന്നെയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതിൽ കുറ്റബോധമില്ല എന്നാണ് പറയുന്നത്. കാരണം ആ വ്യക്തി ചെയ്തത്, ആ വ്യക്തിക്ക് എന്താണ് ശരിയെന്ന് തോന്നിയത് അതാണ് ഞാൻ ചെയ്തത് എന്നാണ് വ്യക്തി പറയുന്നത്. അപ്പൊ വ്യക്തിക്ക് ഇപ്പോഴും കുറ്റബോധമില്ല. ക്യാൻസർ പൈസസ് സ്കോർപിയോ ആണ്. നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഭഗവാനെ, നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? ഞാനിവിടെ ക്ലാരിഫിക്കേഷൻ ചോദിക്കാതിരുന്നത് നമ്മളെ ആ ക്ലാരിഫിക്കേഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന ക്ലാരിഫിക്കേഷൻ ആണ് ആദ്യത്തെ കാർഡിൽ വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, എന്ത് കാരണം കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയത്? ഭഗവാനെ, ഓം നമ ശിവായ. ഓം നമ ശിവായ. ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നു. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലചക്രമാണ്. നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ നമ്മളുടെ എനർജി, നമ്മളുടെ ജീവിതം, നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും കോൺസ്റ്റന്റ് അല്ല. ഓരോ നിമിഷവും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വ്യക്തിയുടെ ജീവിതത്തിലും ചേഞ്ചുകൾ ഉണ്ടായി. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലും ചേഞ്ച് ഉണ്ടായി. അപ്പോ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോ വളരെ സന്തോഷകരമായിട്ട് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ്. നമ്മൾ ഓരോ റിലേഷൻഷിപ്പിൽ ചേരുമ്പോൾ നമ്മള് ഓരോ പ്രതീക്ഷയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. പ്രതീക്ഷയിൽ, നല്ല പ്രതീക്ഷയിലാണ് നല്ല കാര്യങ്ങൾ നടക്കും, ഇനി മുമ്പോട്ട് നന്നായിട്ട് കാര്യങ്ങൾ നടന്നോളും എന്നൊക്കെ പ്രതീക്ഷയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളിൽ വ്യത്യാസം വരും. ഓരോ സാഹചര്യം വരുമ്പോ നമ്മള് പ്രതികരിക്കുന്ന പ്രതികരിക്കുന്ന തരം വ്യത്യാസം വരും. ഇപ്പൊ ഞാൻ ഒരു എന്തെങ്കിലും സങ്കടം വരുമ്പോൾ പ്രതികരിക്കുന്ന ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും. ചിലർ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കും, ഒളിച്ചോടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ പലതരത്തിലാണ് പ്രതികരണങ്ങൾ. ഒരേ ആ സന്ദർഭത്തില് പലതരത്തിൽ പ്രതികരണം. അപ്പൊ ഈ വ്യക്തി നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല എന്താണ് ശരിക്കും മറ്റേയാളുടെ സ്വഭാവം. കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴും നമ്മളൊരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുമ്പോഴുമാണ് നമ്മൾ മറ്റേയാളുടെ സ്വഭാവത്തിനെ ശരിക്കും മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതൊന്ന്, നമ്മൾക്ക് കിട്ടിയതൊന്ന് എന്നൊരു വ്യത്യാസം ചിലപ്പോൾ വരും. ചിലർ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, ചിലര് അഡ്ജസ്റ്റ് ചെയ്യില്ല. കുറെ ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും അവര് പിന്നീട് ഇതെനിക്ക് ജീവിതകാലം മുഴുവനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തീരുമാനം എടുത്ത് ഇറങ്ങിപ്പോയ ഒരാളാണ്. അപ്പൊ തുടങ്ങിയ പോലെയല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകും തോറും ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ടായി, സ്വഭാവങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി, നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ആദ്യം ഈ വ്യക്തിയുടെ നെഗറ്റീവ് ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് അത് കുഴപ്പമില്ല, വളരെ ക്യൂട്ടാണ്, ദേഷ്യപ്പെടുമ്പോ നീ വളരെ ക്യൂട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതികരിച്ചിരുന്നത്. അതല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പൊ പുറത്ത് വെച്ച് കാണുമ്പോൾ പുറത്ത് വെച്ച് ദേഷ്യപ്പെട്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അതൊക്കെ ആദ്യം റിലേഷൻഷിപ്പിന് ആദ്യം ഇതിലൊക്കെ നമുക്ക് ക്യൂട്ടായിട്ട് തോന്നിയാലും മുമ്പോട്ട് പോകും തോറും അയ്യോ ഇത് ഭയങ്കര പണിയാണല്ലോ. ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ പുറത്തു പോയിട്ട് ഭർത്താവ് ആൾക്കാരോട് അടി ഉണ്ടാക്കുമ്പോൾ ഭാര്യയുടെ സുരക്ഷിതത്വമാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷെ ചില ഭർത്താക്കന്മാര്, എല്ലാവരെയും കുറ്റം പറയല്ല ഞാൻ, ചില സന്ദർഭങ്ങൾ ചിലർക്ക് വെള്ളമടിച്ചു കഴിഞ്ഞാൽ ബോധമില്ല, ഭാര്യ കൂടെയുള്ള കാര്യം ബോധമില്ല. അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി തുടങ്ങിയ ഈഗോ കയറി കഴിഞ്ഞാൽ ഭാര്യ കൂടെയുണ്ട്, ഭാര്യയെ ആൾക്കാർ ഉപദ്രവിക്കാം, അല്ലെങ്കിൽ ഭാര്യ എന്ത് ചെയ്യും, അവളുടെ സെക്യൂരിറ്റി നോക്കണ്ടേ, അല്ലെങ്കിൽ ഭർത്താവിന്റെ സെക്യൂരിറ്റി നോക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഗേളും ബോയും, ഒരു ആണും പെണ്ണും ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായത്. അപ്പോ ഇതൊക്കെ ഒരു പ്രശ്നമായി വന്നപ്പോ, അപ്പൊ ആദ്യമൊക്കെ ക്യൂട്ടായിരുന്നപ്പോഴും പിന്നെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടോ, ഇതെന്താ ഇങ്ങനെ പ്രതികരിക്കുന്ന, കുട്ടികളും ഭാര്യയുമായില്ലേ, കുട്ടികളും ഭർത്താവുമായില്ലേ, ഇനി കുറച്ച് മെച്ചുവേർഡൊക്കെ ആയിട്ട് പെരുമാറണ്ടേ എന്നൊക്കെ ഒരു ചിന്ത വന്നപ്പോ അതൊക്കെ ഈ വ്യക്തിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളാണ് എന്ന മട്ടിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കയറിയത്. അത് കഴിഞ്ഞ് ഈ വ്യക്തിയുടെ സ്വഭാവം മാറുന്നില്ല. പണ്ട് ക്യൂട്ടായിട്ട് തോന്നിയ കാര്യം പിന്നീട് അത് ഒരു ബേർഡൻ ആയിട്ട് മാറുന്നു, ഒരു പ്രാരാബ്ധമായിട്ട് മാറുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. അതൊന്നും വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വ്യക്തി ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ വളരെ സ്റ്റബേൺ ആയ ഒരു എനർജിയാണിത്. കുറച്ച് സ്വാർത്ഥതയുള്ള എനർജിയാണ്. ഈ വ്യക്തി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിലും ഈ വ്യക്തിയോട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ കുറെ അഡ്ജസ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഇവിടം വരെ എത്തിയത്.
പക്ഷെ പിന്നീട് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ, നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയെന്നാണ് പറയുന്ന വ്യക്തി. ഓക്കെ, ഇനി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഭഗവാനെ, ഒരു കാര്യം യെസ് ഓർ നോ ചോദ്യമാണ്. ഇനി നിങ്ങളുമായിട്ട് തിരിച്ച് കോണ്ടാക്റ്റിൽ വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ചിലപ്പോ 2 ദിവസമായപ്പോ വഴക്കിട്ട് പോയതായിരിക്കാം, പക്ഷെ ബ്ലോക്ക് ചെയ്തു, ഫോൺ എടുക്കുന്നില്ല, മെസ്സേജിന് റെസ്പോൺസ് ഇല്ല എന്നൊക്കെ ഉള്ള അവസ്ഥയായിരിക്കും. ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ നാളുകളായിട്ട് ഇതായിരിക്കും അവസ്ഥ. നിങ്ങൾക്ക് അറിയില്ല ഈ വ്യക്തിയുടെ മാനസികമായിട്ട് വ്യക്തി എന്താണ് നിങ്ങളുമായിട്ടുള്ള ഫീലിംഗ്, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോന്ന് ചോദിക്കുമ്പോൾ 9 ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ വ്യക്തി പറയുന്നത് എന്റെ കാര്യങ്ങൾ എനിക്ക് ഇനി നോക്കാനാണ്. സെൽഫ് സഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും കാലം ഹാർഡ് വർക്ക് ചെയ്ത് ഇനിയിപ്പം എനിക്ക് ആരുടെയും ആവശ്യമില്ല, എനിക്കിത് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പോ ചിലപ്പോ ഇതൊരു പഴയ ഒരു നമ്മളെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രായമുള്ള ആളുകൾ പറയുക, ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നം ഒരു രാത്രി കടക്കാൻ പാടില്ല എന്നാണ്. നേരം വെളുത്തു കഴിഞ്ഞാല് നിങ്ങൾ പഴയ പോലെ തന്നെ റിലേഷൻഷിപ്പിൽ വരണം. അതല്ല, ഒരു രാത്രി കടന്നു കഴിഞ്ഞാൽ അത് ഗ്യാപ്പ് കൂടുകയാണ്, അവർക്ക് ചിന്തിക്കാനുള്ള അവസരം കിട്ടുകയാണ്, അല്ലെങ്കിൽ അകൽച്ച തുടങ്ങും. മനസ്സിലായോ? ചിന്തിക്കാൻ സമയം കിട്ടുക, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് വരും. അങ്ങനെയൊക്കെ വരുമ്പോ അകലം കൂടി വരും. അപ്പൊ ഇത് കുറച്ചൊരു ചിലപ്പോ ഒരു 9 മാസം അല്ലെങ്കിൽ 9 ദിവസം, മനസ്സിലായോ, 9 ആഴ്ച, ചിലപ്പോ 9 വർഷം, എന്തായാലും ഇവർക്ക് ഈ സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്റെ പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എനിക്ക് വരാൻ ആഗ്രഹമില്ല എന്നാണ് വ്യക്തി പറയുന്നത് കേട്ടോ. ഇപ്പോ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാം എന്നൊരു അവസ്ഥയിലാണ് വ്യക്തി. അപ്പോ ആദ്യം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ചിലവിലാണ് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ജോലിയൊക്കെ കണ്ടുപിടിച്ചു, ഇപ്പൊ ഒരു ജോലിക്ക് ഓഫർ വന്നിട്ടുണ്ടാവാം, എന്തായാലും പണത്തിന് ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ വേറൊരു റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ കുറച്ച് പണം സമ്പാദിച്ചിട്ടുണ്ടാവും ഈ വ്യക്തി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഇനി മറ്റുള്ളവരുടെ കാര്യങ്ങൾ, മറ്റുള്ളവരോട് അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ജീവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഇപ്പൊ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാം, അതുകൊണ്ട് എനിക്കിപ്പോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്നാണ് പറയുന്നത്. ചിലപ്പോ ചില സമയങ്ങൾ ഇതിപ്പോ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം കേട്ടോ. അപ്പോ ചില സമയത്ത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം മെച്യൂർ അല്ലാത്ത സമയത്ത്, നമ്മൾ ചെറിയ കാലത്തില് ഇപ്പൊ കോളേജ് കഴിഞ്ഞ ഉടനെ കോളേജിൽ വെച്ച് തുടങ്ങിയ ബന്ധം അപ്പൊ തന്നെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അപ്പൊ തന്നെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോകുക, ആ സമയത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, നമ്മൾ ലോകം കണ്ടിട്ടില്ല. അപ്പോ മറ്റേയാള് പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരാള്, അതുപോലെ തന്നെ മറ്റേയാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, കാരണം ചെലവിൽ മറ്റേയാളുടെ ജോലിയുള്ള ആളുടെ ചെലവിലാണ് കഴിയുന്നത്. അപ്പൊ മറ്റേയാളുമായിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്ന, ഒന്നിലും എന്തെങ്കിലും ആവട്ടെ വഴക്ക് പറഞ്ഞാലും അത് സഹിച്ച് ജീവിക്കുന്ന ഒരു എനർജി ആയിരിക്കാം ഇത്. അതുകൊണ്ടായിരിക്കും ഇപ്പോ കുറച്ചും കൂടെ മെച്ചുവേർഡായി, കാര്യബോധമായി, ലോകം കണ്ടു, അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എനിക്ക് ആ ഒരു പഴയ ഇതിലേക്ക് പോകണം എന്നില്ല, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരണം ആഗ്രഹിക്കുന്നില്ല എന്നാണ് വ്യക്തി പറയുന്നത്. ഇപ്പൊ ഇവര് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇവർ വരാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ്? അപ്പൊ നിങ്ങൾ കാത്തിരിക്കുകയാണ് അവർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവില്ല. നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ റൂഡായിട്ട് വഴക്ക് പറഞ്ഞാലും അടിച്ചാലും നമ്മൾ വായി തോന്നിയത് പറഞ്ഞാലും എല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്റെ സംസാരം ഇങ്ങനെയാണ് എന്നതൊരു എക്സ്ക്യൂസ് അല്ല. മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, എനിക്ക് മാറാനൊന്നും പറ്റില്ല, എന്നെ ഇങ്ങനെ കണ്ടിട്ടല്ലേ നിങ്ങൾ ഇഷ്ടപ്പെട്ടു വന്നതെന്നൊന്നും പറഞ്ഞത് എക്സ്ക്യൂസ് അല്ല. എല്ലാവർക്കും അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, എല്ലാവർക്കും നാണക്കേടും എല്ലാം ഉണ്ട്, വേദന എല്ലാവർക്കും വേദനിക്കും. നിങ്ങളും ഞാൻ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും വരുമെന്ന് പറഞ്ഞു. അപ്പോ ഈ വഴക്ക് പറയുന്ന ആളെ വേറൊരാള് വഴക്ക് പറയുമ്പോൾ ഭയങ്കര വിഷമവും ഭയങ്കര ദേഷ്യം വരും. അതെന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങോട്ട് മാർക്കിങ് കൊടുക്കുമ്പോൾ അവർക്ക് തിരിച്ചു പ്രതികരിക്കാൻ പറ്റുന്നില്ല.
പക്ഷെ വേറൊരാള് നമ്മളെ വഴക്ക് പറയുന്നത് അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഒരു ബാലൻസ് വരണം. ഇവിടെ ഒരു ബാലൻസ് ഇല്ലാന്നുണ്ടായിരുന്നു. അതാണ് ഈ വ്യക്തി ഇറങ്ങി പോയതെന്നാണ് പറയുന്നത്. ഇതിന്റെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് 9 ഓഫ് വാൻഡ്സ് ഉണ്ട്, 7 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. എല്ലാം സ്റ്റെബിലിറ്റി ആണ്, ലോഞ്ചിവിറ്റി, സ്റ്റെബിലിറ്റി ആണ്. പെന്റക്കിൾസ് എപ്പോഴും ലോങ് ടേം പ്ലാൻ ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിരിക്കണം, റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിരിക്കണം. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങിയപ്പോ അതൊരു സ്റ്റെബിലിറ്റി ആണ്. നിങ്ങൾ എന്നും ഞങ്ങൾ ഒരുമിച്ചാകണം എന്ന ഒരു ആഗ്രഹത്തിലാണ്. നമ്മൾ ഒരുമിച്ചാകണമെന്ന് പറഞ്ഞ് നമ്മൾ വിവാഹത്തിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എങ്ങനെ പോകാനാ, ഇപ്പൊ പിള്ളേരായി, ഇനിയിപ്പോ എങ്ങനെ പോകാനാ അവള്, അങ്ങനത്തെ ഒരു ചിന്ത വരും. അപ്പോഴാണ് നമ്മളുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വരിക. പക്ഷെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, കല്യാണം കഴിഞ്ഞുകൊണ്ടും പിള്ളേരൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്നോളും എന്നൊരു, പക്ഷെ കാലം മാറി. മനസ്സിലായോ? ആളുകൾക്ക് ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, എക്സ്പോഷർ കൂടുതലാണ്. അപ്പോ ജോലികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾക്ക് ജോലിയില്ല. കാരണം നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ട് അത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ആ ജോലി കിട്ടിയില്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടി കാത്തിരുന്ന സമയം കളയാതെ നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിൽ കണ്ടെത്തുക, മനസ്സിലായി, താൽക്കാലികമായിട്ട്. അപ്പോ അങ്ങനത്തെ ഒരു ചിന്ത വരണം. അപ്പൊ ഇന്നത്തെ കാലത്ത് ജോലികൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ജോലിയാണ്. ജോലി ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നില്ല എന്നത് ഈക്വൽ ആണ്. എന്തെല്ലാം ജോലികളുണ്ടല്ലോ, ഒരു ജോലിയും കുറഞ്ഞ ജോലിയല്ല. മനസ്സിലായോ? നമുക്ക് വരുമാനം, നമ്മളെ വീട്ടുകാരെ നോക്കാനും നമ്മളെ സ്വന്തം കാര്യത്തിനുള്ള പൈസ ഉണ്ടാക്കാനും നമ്മള് വഴി തെറ്റിയ ജോലികൾക്ക് പോകാതെ അല്ലാതെ നല്ല ജോലികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോ ആ ഒരു ജോലി ഇപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ കൈകാലിട്ട് അടിക്കും, കുറച്ച് കഴിയുമ്പോൾ എന്റെ പുറകെ വരും എന്നൊരു പ്രതീക്ഷയോടെ നമ്മൾ ആരെയും ഉപേക്ഷിക്കരുത്, പണിയാവും അത്. അപ്പൊ ഇവിടെ മൊത്തം പണമാണ് കാണിക്കുന്നത്, സ്റ്റെബിലിറ്റി, ലോഞ്ചിവിറ്റി ആണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ 9 ഓഫ് വാൻഡ്സ്, 2 9 ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. 9 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് 10 ഓഫ് പെന്റിക്കിൾസിലേക്ക് പോയത്. 9 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി കുറെ ഫൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കുറെ നാളായില്ലേ കാത്തിരിക്കുന്നത്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ വഴി കണ്ടെത്തി. ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ വ്യക്തി എന്തെങ്കിലും തിരിച്ചു വരും. 9 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറെ ഫൈറ്റ് ചെയ്തു, എന്നിട്ട് ആൾക്കാര്, അപ്പൊ എല്ലാവരും നിങ്ങളുടെ ചുറ്റും പറയുന്നുണ്ട് ഇത് വരില്ല, ഈ വ്യക്തി ഒരിക്കലും വരില്ല, നിങ്ങൾ വെറുതെ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആരൊക്കെ പറഞ്ഞു, ടാരോ റീഡിംഗ് എടുത്തിട്ടും ടാരോ റീഡറും പറഞ്ഞു ഈ വ്യക്തി ഒരിക്കലും തിരിച്ചു വരില്ല, ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ വാശിയോടെ അതിലെ കാത്തിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ റിലേഷൻഷിപ്പില് ഇത്രയും നാളായിട്ടും 9 മാസമായിരിക്കണം, 9 വർഷം, 9 ആഴ്ച, 9 ദിവസം, 9 മണിക്കൂർ, എങ്ങനെയാന്ന് വെച്ചെടുക്കുക. അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇനിയും വരും എന്നൊരു പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുകയെന്ന യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ 7 ഓഫ് പെന്റക്കിൾസ് വരുന്നത്, അങ്ങനെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പും ശ്രദ്ധയോടെ വെക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ ആണ്. നമ്മളൊരു ചെടി നട്ടിട്ട് അതിന്റെ കള പറിക്കണം, അത് തന്നെ കള പറിച്ച് കളയില്ല, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വരുമ്പോ നമുക്ക് അത് ദീർഘകാലം വേണമെങ്കിൽ അതിന് വളമിടണം, അതിന്റെ കള പറിക്കണം, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, എപ്പോഴും നമ്മളൊരു ശ്രദ്ധ അതിൽ വേണം. മനസ്സിലായോ? ഒരു ചെടി നട്ടു അത് തന്നെ വളർന്നോളും എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതിരുന്നാൽ ഇങ്ങനത്തെ പ്രശ്നം വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എപ്പോഴും നമ്മളുടെ റിലേഷൻഷിപ്പിനെ നെഞ്ചോട് ചേർത്ത് വിളിക്കുക എന്നും നമുക്ക് വേണ്ടതാണ്. നമ്മൾ അവിടെ കെയർലെസ് ആയിട്ട് പെരുമാറരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ, കാരണം ഈ വ്യക്തി നിങ്ങളുടെ എല്ലാം ആയിരുന്നു ഒരു കാലത്ത്, ഇപ്പോഴും അതെ. പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പോയി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എത്ര കാത്തിരുന്നാലും ഈ വ്യക്തി വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ നിങ്ങൾക്ക് കാര്യം ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ, എന്നും എന്റെ കൂടെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധയോടെ പ്രവർത്തിക്കാമായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നീട് വരുന്ന 10 ഓഫ് പെന്റക്കിൾസ് ആണ്. 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സക്സസ് ഇനിയും വരുമെന്നാണ് പറയുന്നത്. ഇനിയുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശ്രദ്ധയോടെ നിൽക്കുക. ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇനി ഒരിക്കലും ഞാൻ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ എനർജിയാണ്. ഈ വ്യക്തി ഇപ്പോഴത്തെ എനർജിയിൽ പറയുന്നത് ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി ഈ വ്യക്തിയോട് ഒരു കെയർലെസ് ആയിട്ട് പെരുമാറില്ല എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. ചിലപ്പോ ഈ വ്യക്തി നിങ്ങളെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. മനസ്സിലായോ?
ചില സമയത്ത് നമ്മളെ ഈഗോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് നമുക്ക് അറിയില്ല നിങ്ങളുടെ സ്വഭാവം അറിയില്ല. ഇനി അങ്ങോട്ട് ചെന്നാൽ ഇത് തന്നെയല്ലേ പണി, എന്തിനാ അങ്ങോട്ട് വരണം, അതിന്റെ പേര് ഞാൻ സമാധാനത്തോടെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ഇത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്, വേറെ റിലേഷൻഷിപ്പ് ഒന്നും ആയിട്ടില്ല ഇപ്പോഴും കേട്ടോ. അപ്പൊ മനസ്സിന്റെ ഏതോ ഒരു കോണില് ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ സ്വഭാവം മാറ്റിയതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത്, കാരണം ഒരു പ്രാവശ്യം ഈ വ്യക്തി തിരിച്ചു വരുമ്പോ പിന്നെയും പഴയ പോലെ നിങ്ങൾ പെരുമാറി കഴിഞ്ഞാൽ പിന്നെ പോയാൽ തിരിച്ചു വരില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധയോടെ പെരുമാറണം. ഇവിടെ ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴും ഈ വ്യക്തി ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണെങ്കിലും അത് 10 ഓഫ് പെന്റക്കിൾസിലേക്ക് പോകും. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ് കാണിച്ചു, ഞാൻ സെൽഫ് സഫിഷ്യന്റ് ആണ്, ഓക്കെ എനിക്ക് ആരും വേണ്ട എന്ന് പറയുന്ന ഒരാള് പേടിച്ചിട്ട് മാറിയിരിക്കുകയായിരിക്കും. അത്രയും വേദന സഹിച്ച് നാണക്കേട് സഹിച്ചത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ ചിലപ്പോൾ പുറകെ വരും, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വരും. ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius. ഇതാണ് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത്, ഒന്നാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ രീതി. ഞാനിത് മാറ്റുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ കാർഡുകൾ വന്നത്. നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കണം. രണ്ടാമത്തെ നിങ്ങളുടെ മനസ്സിൽ കുറെ ക്ലാരിറ്റി വരുത്തണം, എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ എന്ന് പറഞ്ഞത്. എങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. ഭഗവാനെ, ഇത് ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാർഡിന് നമ്മൾ ഇപ്പോഴത്തെ എനർജി എന്താണ് അവരുടെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി. ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആയ ആളാണ്. അപ്പൊ നമുക്ക് ഒരാളെ കാണുമ്പോഴും ഒരു സന്ദർഭം നമുക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ട്. ചിലർക്ക് ചില സമയത്ത് നമ്മൾ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും, അവർ ഇഷ്ടപ്പെടില്ല. ചിലര് നമ്മൾ ഭയങ്കര ഇഷ്ടമാവും, അവർ നല്ല ആളാണെന്നൊരു തോന്നല് മനസ്സിൽ നമ്മൾക്ക് എപ്പോഴും നമുക്ക് ആ ഒരു തിരിച്ചറിവ് വരും. ഒരു ഇൻറ്റ്യൂഷൻ ആണ്, നമ്മുടെ ഉള്ളിലിരുന്ന് എന്തോ ഒരു തോന്നല്, ഇത് നല്ലതാണ്, ചില കാര്യങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ വളരെ ശുഭമായിരിക്കും എന്നൊക്കെ വിശ്വാസമല്ലേ. അപ്പൊ ഈ വ്യക്തി ഇൻറ്റ്യൂഷൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ വ്യക്തി ഇപ്പൊ അങ്ങനെ ഇൻറ്റ്യൂഷൻ ബ്ലോക്ക് ചെയ്ത തിരിച്ചറിവ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ വ്യക്തിയുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നില്ല, ഇൻറ്റ്യൂഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ വ്യക്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ശരി എന്താണ് തെറ്റെന്താണ് എന്ന ഒരു തിരിച്ചറിവില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്റ്റിൽ പോയത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കാര്യം നടന്നപ്പോ ഈ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയതായിട്ട് വന്ന് കയറിയിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഫാമിലി, ഓഫീസിലുള്ള ആരും എന്തൊക്കെയോ നിങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് എന്തൊക്കെയോ നെഗറ്റീവായിട്ട് പറഞ്ഞു. അപ്പൊ അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലാഭം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നാല് അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അത് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഈ വ്യക്തിക്കില്ല. ഈ വ്യക്തി അപ്പോ അവര് പറയുന്നത് വേദവാക്യം എന്ന് പറഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു വെർഗോ പൈസസ് സോഡിയാക് സൈൻ ആണ്. അപ്പൊ അതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി. ഈ വ്യക്തിയെ ആരൊക്കെയോ നിങ്ങളിൽ നിന്ന് പറഞ്ഞു തിരിച്ചതാണ് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള അപ്പൊ ഈ വ്യക്തി ശ്രദ്ധിക്കുന്നില്ല. എന്നുവെച്ചാല് ഇപ്പൊ എന്നോട് ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അത്രയും നാളും പരിചയമുള്ള ഒരാളെ കുറിച്ചാണ് കുറ്റം പറയുന്നത്. അപ്പൊ എനിക്ക് ഒരുവിധം അറിയാം അവരെ, അല്ലെ? അപ്പൊ എനിക്കറിയാം ഇവരെങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാലും എന്നോട് ഈ പറയുന്ന ആളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ മേലാലും മിണ്ടൂല്ല അവരോട് എന്നൊരു തീരുമാനം എടുത്ത ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ. ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് ഇവർ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് എന്നാണ് നോക്കുന്നത്. അപ്പൊ 3 കാർഡ് വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് ആണ് വന്നത്, 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, കിങ് ഓഫ് കപ്സ് അപ്രൈറ്റും വന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ മൊത്തത്തിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഒരു സ്വന്തമായിട്ട് വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഇപ്പൊ ആൾക്കാർ പറയില്ലേ എന്ന് വെച്ചാല് നമുക്ക് സ്വന്തമായിട്ട് വരുമാനം വേണം. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഭാര്യയും ഭർത്താവുമാണ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന 2 പേരാണെങ്കിൽ എപ്പോഴും സപ്പോർട്ടീവ് ആയിരിക്കണം. അങ്ങനെ നിന്റെ പൈസ എന്റെ പൈസ എന്നല്ല, നമ്മളുടെ 2 പേരുടെയും പൈസ. അപ്പൊ 2 പേരുടെയും പൈസ നമ്മളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക, അല്ലാതെ ഉപയോഗിക്കുക.
ഒരാള് സമ്പാദിക്കുന്നു, അയാളുടെ പൈസ പിടിച്ചു വെക്കുന്നു, മറ്റേ ആള് കഷ്ടപ്പെട്ട് റിലേഷൻഷിപ്പ് നടത്തുന്നു, വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നു. അത് ശരിയല്ല. അപ്പൊ ഇവിടെ സ്വന്തമായിട്ട് വരുമാനം വേണം, അത് നിനക്ക് എന്തായാലും സ്വന്തമായിട്ട് വരുമാനം വേണമെന്ന് ആരോ ഈ വ്യക്തിയെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയാവാം, ഭർത്താവാം, ഗേൾഫ്രണ്ട് ആവാം, ബോയ്ഫ്രണ്ട് ആവാം. എന്തായാലും നിനക്കൊരു സ്വന്തമായ വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇവൻ നിന്നോട് അങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇവള് നിന്നോട് അങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് ആരോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ്, ഇവർക്ക് സ്വന്തമായ ഒരു വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇവരെ ഒരു വില വെക്കാത്തത് എന്ന് പറഞ്ഞാരോ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ വേറെ പലരുമായിട്ട് ബന്ധമുണ്ടെന്ന് വരെ ഇവര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓഫീസിലാണെങ്കിലും പലരുമായിട്ടും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളതാണ്, അവരോട് കറങ്ങാൻ പോകും, ഇതാണ് എപ്പോഴും അവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നെഗറ്റീവായിട്ട് ഇവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് നിങ്ങള് ഒരു കാര്യവും ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളെ കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ സൈഡ് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ നോക്കില്ല. നിങ്ങൾക്കറിയാം എന്തൊക്കെയാ നടക്കുന്നത്, നിങ്ങൾക്ക് ഇവരെ കൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഈ പുറത്തുള്ളവർ എന്തൊക്കെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന എന്നെ അറിയുന്ന ആളല്ലേ, ഇനി ഞാൻ എന്തിനാ പ്രത്യേകിച്ച് പറയുന്നത് എന്നൊരു ചിന്തയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം മനസ്സിൽ ഒതുക്കുകയാണ്. അപ്പോ നിങ്ങൾ ഈ വ്യക്തിയോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ ഈ വ്യക്തിയുടെ വിചാരം ഇവരെല്ലാം പറയുന്നത് ശരിയാണ് എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്ക്. അതുകൊണ്ടാണ്. അപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല നിങ്ങളുടെ വ്യക്തിക്ക്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാതിരുന്നോണ്ടും നിങ്ങളുടെ സൈഡ് ക്ലിയർ ആക്കി കൊടുക്കാതിരുന്നത് കൊണ്ടും, മനസ്സിലായോ, നിങ്ങൾ വളരെ സ്നേഹമുള്ള ആളായിരിക്കും, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടും ആണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയത്. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒരു വിലയില്ല എന്നൊരു തോന്നല് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയെന്നാണ് പറയുന്നത്. കഷ്ടമായിപ്പോയി. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോയും. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അപ്പൊ വളരെ ഇമോഷണൽ ആയ ഒരു സിറ്റുവേഷനിലാണ് പോയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ. ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കൂടെ നിന്നവരെപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ശരിയാണ്. നിങ്ങളുമായിട്ടുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെയും ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും മറ്റാളുകളുടെ ഉദ്ദേശം എന്താണെന്ന്. മനസ്സിലായോ? അവർക്ക് ഇതുകൊണ്ട് വല്ല ഗുണമൊക്കെ കിട്ടിയിട്ടുണ്ടാവാം, അറിയില്ല. അപ്പൊ എന്തായാലും ഈ സന്ദർഭം മാറണം, ഈ ഒരു സിറ്റുവേഷൻ മാറണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറിയാ മതി എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു അബദ്ധം പറ്റിയതാണ്, അറിവില്ലായ്മ കൊണ്ട് മണ്ടത്തരം ചെയ്തു കൂട്ടിയ ഒരാളാണിത്. അപ്പൊ ഈ വ്യക്തിയോട് ക്ഷമിക്കാം, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ്. ഈ വ്യക്തിക്ക് ഭയങ്കര കുറ്റബോധമുണ്ട്, ഈ സമയം മാറണം. ഇപ്പൊ ശരിക്കും വ്യക്തി വിചാരിക്കുന്നില്ല, ഒരു ടൈം മെഷീൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് ഞാൻ വന്നേനെ, അപ്പൊ നമ്മൾ തമ്മിൽ നോ കോണ്ടാക്ട് വരില്ലായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് കേട്ടോ. അപ്പോ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഈ വ്യക്തി? എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ എന്നാണ് നമ്മളുടെ ചോദ്യം. 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകളും നിങ്ങളുമായിട്ടുള്ള ജീവിതം, ഒരുമിച്ചുണ്ടായിരുന്ന ജീവിതമൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ആരും ഇല്ല, മനസ്സിലായി. ഈ പറഞ്ഞവരൊക്കെ അവരുടെ കാര്യം കഴിഞ്ഞാൽ അവര് പോയി. അപ്പോ ഫാമിലിയുടെ കൂടെയാണ് താമസിക്കുന്നതെന്ന് വെക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയാലേ അവരുടെ ഫാമിലിയുടെ കൂടെ ആയിരിക്കുമല്ലോ. അപ്പൊ അവർക്കും വലിയ വിലയൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വിവാഹം കഴിച്ച ഒരാളുടെ കൂടെ പോയി, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാല് നമ്മള് അവരുടെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിക്കോണം എന്നാണ് മിക്ക ഫാമിലിയും വിചാരിക്കുന്നത്. തിരിച്ച് നിങ്ങൾ അവിടെ ചെന്ന് താമസിക്കുന്ന അന്ന് തുടങ്ങും അവരുടെ ആദി. ഇതെന്ത് ചെയ്യും, ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ കൂടെ ആയിരിക്കും, ഇവളുടെ അല്ലെങ്കിൽ ഇവന്റെ ചെലവ് ഞങ്ങള് തീർത്തതാണല്ലോ, ഇനിയിപ്പോ തിരിച്ചു വന്നാൽ പണിയാവുമോ എന്നൊക്കെ ഒരു ചിന്ത മിക്ക ഫാമിലിക്കും ഉണ്ടാവും. അവർ പറയില്ലായിരിക്കാം. കാരണം മിക്ക ഫാമിലികളും ഒരു കല്യാണം നടത്തുന്നത് ചിലപ്പോൾ ലോൺ എടുത്തിട്ടും മറ്റുള്ളവരുടെ വീടുകളിൽ നിന്ന് കടം എടുത്തിട്ടൊക്കെ ആയിരിക്കും. എല്ലാവരും അത്ര വലിയ പൈസക്കാരൊന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ ദൈവം വഴക്കിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നു പറയുമ്പോ നാട്ടുകാർ പറയുന്നതിന് കൂടുതൽ ഇനി എന്താണ് എന്നൊരു ടെൻഷൻ. ഇവളുടെ നാളെ എന്താവും, ഒരു ആദിയാണ് അമ്മയ്ക്കും അച്ഛനും ഒക്കെ.
അപ്പൊ ആ ഒരു ഇത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ ഒരു അധികപ്പറ്റാണ് വ്യക്തി എന്ന്, എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. പക്ഷെ ആ ആക്ഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം തെറ്റ് ചെയ്തത് ആദ്യത്തെ വ്യക്തിയാണല്ലോ. അപ്പൊ എന്റെ മുഖം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർത്തോണ്ടാണ് ഇരിക്കുന്നത്. ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവരായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ വഴക്കിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ എന്തിലാണ്, അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇവര് വഴക്കിട്ട് പോയില്ല, തന്നെത്താനെ വരട്ടെ. പക്ഷെ തന്നെത്താനെ എന്ത് മുഖം കൊണ്ട് വരും? തിരിച്ചു വരുമ്പോ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലോ, നിങ്ങൾ നിന്റെ ഇഷ്ടത്തിൽ പോയില്ല, ഇനി വേല കയറണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ചിന്തയിലാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി വിളിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യാം, ഒന്ന് മെസ്സേജ് അയക്കാം, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് തുടങ്ങാം. 5 of Pentacles ആണ്. പൊതുവേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് ഈഗോ ഇട്ടിരിക്കുന്ന ആളാണെങ്കിലും അത്യാവശ്യമായിട്ട് സഹായം വേണം ഈ വ്യക്തിക്ക്. അത്ര ബുദ്ധിമുട്ടിലാണ് കേട്ടോ. പൈസയ്ക്കും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും കുത്തുവാക്കുകൾ, പ്രത്യേകിച്ച് ഒരു ബ്രദർ കല്യാണം കഴിച്ച് താമസിക്കുന്ന ഒരു വീടാണ്, അല്ലെങ്കിൽ പാരന്റ്സ് ഇല്ല, അപ്പൊ ബ്രദറിന്റെ കൂടെയോ സിസ്റ്ററിന്റെ കൂടെയോ ഒക്കെ പോയി താമസിക്കുക എന്ന് പറഞ്ഞാല് അവരെ വിളിക്കുമ്പോ അവര് പേരെങ്കിലും പിറ്റേ ദിവസം പോകുന്നു പറഞ്ഞാ വിളിക്കുന്നത്. നമുക്കതൊന്നും മനസ്സിലാവാറില്ല, കുറച്ച് അനുഭവിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നല്ല ഡ്രസ്സുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഭക്ഷണത്തിന് നിങ്ങളുടെ കൂടെ നന്നായിട്ട് ജീവിച്ച ഒരാളാണ്, ഇപ്പൊ ഒരു ഗതി പരഗതി ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് വിളിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങളൊരു വിളി, ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം വ്യക്തിയെ, വ്യക്തി കോണ്ടാക്ട് ചെയ്യില്ല. സ്ത്രീ ആവാനാണ് വഴി. ഇത് സ്ത്രീ പുരുഷനാവാം, സ്ത്രീ എനർജി ഉള്ള ഒരു സ്ത്രൈണതയുള്ള ഒരു പുരുഷനാവാം. ചിലർക്ക് മാതൃത്വം കൂടുതലുള്ള ആണുങ്ങളുണ്ട്, പുരുഷ ഹോർമോൺസ് കൂടുതലുള്ള പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരോ ഒരാളാണിത്. എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. ക്വീൻ ഓഫ് വാൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാല് പുറമേ ഭയങ്കര ഈഗോ ഉള്ള, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് എന്നൊക്കെ പറയും. എനിക്ക് ആരുടെ ഹെൽപ്പ് ഒന്നും വേണ്ട, എപ്പോഴും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന ഒരു പബ്ലിക് ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒച്ചയിൽ പൊട്ടിച്ചിരിക്കുന്ന, വളരെ ഒച്ചയിൽ സംസാരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അത് അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. അവർക്ക് ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ഈ ക്വീൻ ഓഫ് വാൻസ് വരുന്നത് ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. നിങ്ങളുടെ വ്യക്തി ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര വിലയുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ അത് എനിക്ക് വിലയില്ലായ്മ തരുന്നതാണ്, എന്നെ അവഗണിക്കുന്നതാണെന്നൊരു ചിന്ത വരുമ്പോ ഒരു എന്താ പറയുക, ഈഗോ ഹേർട്ട് ആവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ എന്നാണ് പറയുന്നത്. ഇത് 5 of Pentacles, Taurus, Virgo, Capricorn ആണ്. Queen of Wands ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 2 of Swords ആണ്. നിങ്ങളുടെ വ്യക്തി ഇൻഡിസൈസ്, ഒരു ചെയ്തത് തെറ്റാന്ന് മനസ്സിലായി, പക്ഷെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കേണ്ടത്, അതെങ്ങനെ തീരുമാനമെടുക്കും? അപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞ് നിങ്ങൾ വരുമെന്ന് നോക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈഗോ ഹേർട്ടാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന 10 of Swords ആണ്. നിങ്ങൾ ആക്ഷൻ ഒന്നും എടുത്തില്ലെങ്കിൽ ഇത് റിലേഷൻഷിപ്പ് പോകും. നിങ്ങൾക്കും സ്നേഹമുണ്ട് അവരോട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുത്താലേ അവിടെ ഒരു സൊല്യൂഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക. കാരണം ഈ ഒരു സിറ്റുവേഷൻ അവസാനിച്ചു, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നോ കോണ്ടാക്ട് വന്നു. അത് കഴിഞ്ഞ് ആ ഒരു എഫക്ട് ആ സമയത്തേ ഉള്ളൂ. ആ എഫക്ട് ഇപ്പൊ അതിന്റെ പരിണിത ഫലങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ആക്ഷൻ കഴിഞ്ഞു, അതിന്റെ എഫക്ട്സ് ആണ് നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആക്ഷൻ കഴിഞ്ഞതാണ്. ഇനിയിപ്പൊ അതിനെ കുറിച്ച് ചൊല്ലി നിങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നതെന്നാണ് എഴുതുന്നത് ചോദിക്കുന്നത്. 5 of Swords ഉണ്ട്. 5 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം വീട്ടുകാരെന്ത് വിചാരിക്കും, ഞാൻ അവളുടെ ഇഷ്ടം, അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയാലും ഞാൻ പുറകെ ചെല്ലില്ല, എനിക്കും ഉണ്ട് ഈഗോ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവരെ പുറകെ, ഞാൻ പെൺകോണ്ടെന്ന് പറയില്ല ആൾക്കാർ, അല്ലെങ്കിൽ സ്ത്രീകൾ എന്താ പറയുന്നത് എനിക്കറിയില്ല, എന്തായാലും അങ്ങനെയൊക്കെ പറയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും ഞാൻ എന്റെ ഈഗോ പിടിച്ചിട്ട് ഞാൻ ചെയ്യില്ല എന്ന ഈഗോയിൽ നിൽക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മനസ്സിലായോ? കാരണം നിങ്ങളെ ദൈവം ചെയ്യാൻ തോന്നിക്കുന്നത് അത് ശരിയായത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ ആക്ഷൻ എടുക്കുക. മറ്റുള്ളവർ പറയുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ സിറ്റുവേഷൻ കഴിഞ്ഞു, ഇതിന്റെ പരിണിത ഫലങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അത് നിങ്ങൾ ആക്ഷൻ എടുക്കാതിരുന്നാൽ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതിന് പകരം ഒരു ആക്ഷൻ എടുത്താൽ ഒരു സൊല്യൂഷനും ഒരു അവസാനവും വരും. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു ആക്ഷൻ എടുക്കാം. പിന്നെ അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര. ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് മൊത്തം തോട്ട്സ് ആണ് നിങ്ങളുടെ മനസ്സിൽ. മനസ്സിലായി? ഇനി നിങ്ങൾ അവരോട് സംസാരിച്ചാൽ അവർ വലിയ ഈഗോ ആയിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുമോ നിങ്ങൾക്കൊരു പേടിയില്ലേ?
ആദ്യം ഒരു ചെറിയ മെസ്സേജ് ഒക്കെ ഇട്ട് നോക്കുക, കൂടെ വരും കേട്ടോ. കാരണം അത്ര പറയാൻ പറ്റില്ല, നിങ്ങളോട് പറയുകയുമില്ല, പക്ഷെ അത്ര അധപ്പതനമാണ് ആ വ്യക്തിക്ക് ജീവിതത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ റിലേഷൻഷിപ്പും ഇത്രയൊക്കെ ഉള്ളൂന്നേ. വീട്ടുകാരും നാട്ടുകാരും കൂടെ കുളമാക്കും, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കാതെ ഈഗോ പറഞ്ഞ് മാറി നിൽക്കും, അതോടെ അത് കുളമാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ്. പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയുക കേട്ടോ. ഞാൻ മൂന്നാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ വ്യക്തി, അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയുടെ, അത് ചിലപ്പോ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവും, കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവും, കുറെ വർഷങ്ങളായിട്ടുണ്ടാവാം. നോക്കാം ഇപ്പൊ അവരെന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നോ കോണ്ടാക്റ്റിലാണ്, ഇവരുടെ എനർജി എന്താണ് ഭഗവാൻ? ഇവരുടെ വ്യക്തി, നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയുടെ എനർജി എന്താണ് ഭഗവാൻ? മൂന്നാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ നിങ്ങളുടെ വ്യക്തിക്ക്, നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നോക്കുന്നത് ഭഗവാനെ. കാർഡുകൾ വന്നിട്ടുണ്ട്. ഇത് ടവർ റിവേഴ്സ് ആണ്. ടവർ റിവേഴ്സ് എന്ന് പറയുമ്പോ ഒരു ഈ ടവർ മൊമെന്റ് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന് അറിയാമോ? നമ്മള് ഇപ്പോ ഫൗണ്ടേഷൻ, നമ്മൾ വീട് കെട്ടുമ്പോൾ ബൈബിളിൽ പറയുന്ന, ബൈബിളിലാണ് പറയുന്നത്, ബുദ്ധിമാൻ പണിതു വീട് പാർന്നു എന്ന് പറയുന്നത്. വെച്ചാല് ബുദ്ധിയുള്ള ആള് എപ്പോഴും മണലിൽ കൊണ്ട് വെക്കില്ല. സ്ട്രോങ് ആയ ഒരു ഫൗണ്ടേഷനിലാണ് നമ്മൾ വീട് പണിയേണ്ടത്. കാരണം അത് ദീർഘകാലം വേണ്ട, കാറ്റിനെയും മഴയെയും മഞ്ഞിനെയും എല്ലാം ചെറുക്കേണ്ട ഒരു വീടാണ് നമ്മളുടെ, സുരക്ഷിതത്വം തരേണ്ട വീട്. അപ്പൊ നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ഒരു നല്ല ഫൗണ്ടേഷനിൽ വേണം, ഒരു സ്റ്റെബിലിറ്റി വേണം, ദീർഘകാലം വേണം, സ്ഥിരത ഉണ്ടാവണം ആ വീടിന്, അങ്ങനത്തെ ഒരു ഇത്. അപ്പോ നമ്മളുടെ എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഒരു ബിസിനസ് തുടങ്ങുമ്പോഴും, വിദ്യാഭ്യാസമാണെങ്കിലും, നല്ല ഫൗണ്ടേഷൻ ആണെങ്കിലും നമുക്ക് അതിൽ ഉറച്ചു ചവിട്ടി നിന്ന് മുകളിലേക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ ആ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാതെ ആവുമ്പോഴാണ് ടവർ മൊമെന്റ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ റിവേഴ്സ്, അങ്ങനെ എന്തോ ഒരു ടവർ മൊമെന്റ്, ഒരു സ്ട്രോങ് ആയ ഫൗണ്ടേഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു ടവർ മൊമെന്റില് അകപ്പെട്ട ഒരാളുടെ അവസ്ഥയാണ്. ചിലപ്പോ earthquakes ഉണ്ടാവുന്നുണ്ട്, ഫ്ലഡ് ഉണ്ടാവുന്നുണ്ട്, അപ്പൊ വീടെല്ലാം ഒലിച്ചു പോകുന്ന ഒരവസ്ഥ. അപ്പൊ എന്തോ ഒരു കാര്യം വന്നിട്ട് എല്ലാം കൂടെ നഷ്ടമായ ഒരാള്, റിലേഷൻഷിപ്പും പൈസയും വീടും ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ട ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ആരുമില്ല, എല്ലാം നഷ്ടമായി, എനിക്കൊന്നുമില്ല എന്നൊരു ചിന്തയാണ്. ഇത് സ്കോർപിയോ സോഡിയക് സൈൻ, ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ഒരു എനർജിയാണ്. നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് ഈ വ്യക്തി ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ 6 of Pentacles റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 6 of Pentacles റിവേഴ്സ് എന്തുകൊണ്ടാണ്? 6 of Pentacles അപ്ലൈഡ് എന്ന് പറയുമ്പോൾ ഷെയറിംഗ് ആണ്. എന്ന് വെച്ചാൽ മ്യൂച്വൽ ഒരു ഷെയറിംഗ് ആണ് വേണ്ടത്. മനസ്സിലായോ? എന്ന് വെച്ചാല് ഇപ്പോ നമ്മള് കറികൾ പണ്ടൊക്കെ, നമ്മൾ ഇപ്പോഴൊന്നും ആരും ഒന്നും ചെയ്യാറില്ല. വീടുകളില് അങ്ങോട്ടും ഇങ്ങോട്ടും കറി, ഒരു നല്ലൊരു കറി ഉണ്ടാക്കി അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കും, അപ്പുറത്തെ വീട്ടിൽ നല്ലൊരു സാധനം ഉണ്ടാക്കി ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ പല മതങ്ങളിൽ പെട്ടവരായിരിക്കും. അപ്പൊ ഒരു മതത്തിന്റെ ഒരു ഇത് വരുമ്പോഴത്തേക്കും മറ്റേ വീടുകളിൽ അവരുടെ ആ മതത്തിലുള്ളവർ, അല്ലെങ്കിൽ അവർക്ക് കൊണ്ട് ഫുഡ് കൊടുക്കും, സ്പെഷ്യൽ ഫുഡ്. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളിൽ നമ്മളുടെ നാട്ടുംപുറങ്ങളിലും നമ്മളുടെ വീടുകളിൽ പണ്ട് നമ്മൾ ജനിച്ച സമയത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ സിറ്റിയിലേക്ക് വരുമ്പോൾ ആർക്കും ഒന്നും കൊടുക്കാനും ഇല്ല, ആർക്കും ഒന്നും മേടിക്കാനും ഇല്ല. നാണക്കേടാണ്. നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടു കൊടുത്താൽ അയ്യോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവിടെ എപ്പോഴും ഒരു ഷെയറിങ് വേണമെന്നാണ് പറയുന്നത്, കൊടുക്കൽ വാങ്ങലുകൾ. അപ്പൊ ഇവിടെ ഷെയറിങ്ങിൽ എന്തോ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് പോയത്. അപ്പൊ ചിലപ്പോ ഈ വ്യക്തി, ഇത് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം. അപ്പോ ഇവിടെ ഷെയറിങ്ങിൽ എന്തോ, സ്നേഹം ഷെയർ ചെയ്യല്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാൻ ഒരാൾ പ്രവർത്തിക്കുന്നു, മറ്റേ ആൾ ഒരു മൈൻഡില് പോയാ പോട്ടെ എന്നൊരു മൈൻഡ്. അതുപോലെ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം, ഭക്ഷണം വാങ്ങിക്കുന്ന കാര്യം, ജോലിയുടെ കാര്യം, വീട്ടുജോലിയുടെ കാര്യം, പുറത്തുനിന്ന് സമ്പാദിക്കുന്ന കാര്യം, ഇതിലെല്ലാവരും ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു അവസ്ഥ കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞ് പോയതെന്നാണ് പറയുന്നത്. അപ്പൊ ഒരാള് ജോലി ചെയ്യുന്നതായിരിക്കും, അയാളുടെ തലയിൽ മൊത്തം പ്രാരാബ്ധം വന്നു. ചിലപ്പോ രണ്ടുപേരും ജോലി എടുക്കുന്നതായിരിക്കാം, പക്ഷെ ഒരാൾ അയാളുടെ പൈസ മൊത്തം സേവ് ചെയ്യുന്നു, മറ്റേ ആള് കഷ്ടപ്പെട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. ചെലവുകളെല്ലാം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ,
വീടിന്റെ വാടക, ബാക്കി എല്ലാ ചെലവുകളും, മനസ്സിലായോ? ഒരു ഫംഗ്ഷൻ വന്നാൽ എല്ലാവരും അല്ല ഒരാളുടെ തലയിൽ, മറ്റേ ആള് കൂളായിട്ട് അതിന്റെയൊക്കെ ഒരു പങ്ക് പറ്റി ജീവിക്കുന്നു, ഒറ്റ പൈസ ചെലവാക്കുന്നില്ല. അഥവാ ഒരു പൈസ ഇങ്ങോട്ട് ഇട്ടാലോ അത് കൃത്യമായിട്ട് മേടിച്ചെടുക്കും. അത് ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് തരുന്ന പൈസ മുഴുവൻ ലോണാണ്. നിങ്ങൾ കൊടുക്കുന്നത് തിരിച്ചു കിട്ടേണ്ടാത്ത പൈസയും ഇവര് നിങ്ങൾക്ക് തരുന്നത് തിരിച്ചു കൊടുക്കേണ്ട പൈസയുമാണ്. അവിടെയാണ് വ്യത്യാസം. ചിലരുണ്ട് അങ്ങനത്തെ ആൾക്കാർ, ഭാര്യയായാലും ഭർത്താവായാലും ഗേൾഫ്രണ്ട് ആയാലും ബോയ്ഫ്രണ്ട് ആയാലും അവരുടെ പൈസ അവരുടെ പൈസയാണ്. പക്ഷെ മറ്റുള്ളവരെ ഓസ് ഓസ് എന്ന് പറയില്ല മുഴുവൻ, അങ്ങനെ ജീവിക്കാൻ ഒരു മടിയില്ലാത്ത ആളുകൾ. അങ്ങനത്തെ ഒരാള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. റിലേഷൻഷിപ്പ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 6 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. അപ്പൊ പണത്തിന്റെ കാര്യത്തിലായിരുന്നു ഇവിടെ വാക്കുതർക്കം ഉണ്ടായത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഒരാൾ അതിനകത്തുനിന്ന് സ്പെൻഡ് ചെയ്ത് ലാവിഷ് ആയിട്ട് സ്പെൻഡ് ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, മറ്റേ ആൾ അതിന് സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയല്ല പ്രശ്നങ്ങളായിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോയതെന്നാണ് പറയുന്നത്. ഇനി തിരിച്ച് ഉണ്ടാവാൻ തിരിച്ച് കോണ്ടാക്റ്റിൽ വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു വെച്ചപ്പോൾ കുറെ അധികം കാർഡുകളും ഭഗവാൻ ഇത്രയും വേണ്ട. ഓക്കെ, ഇത് രണ്ടും എടുക്കുകയാണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസും 4 ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, പിന്നെ വന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് സ്നേഹം പിന്നെയും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇതില് ആര് കാരണമാണ്, ആരാണ് പോയതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഈ പോയ വ്യക്തി നിങ്ങളുമായിട്ടുള്ള സ്നേഹം ഇനിയും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ വളരെ, പക്ഷേ ആ ഒരു അവസ്ഥയാണെങ്കിലും 4 ഓഫ് വാൻസ് എന്ന സെലിബ്രേഷൻ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിവാഹത്തിലേക്ക് പോകാനിരുന്ന ആളുകളായിരിക്കാം, ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയം, അല്ലെങ്കിൽ പുതിയതായൊരു വീട് വെച്ച ആളുകൾ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സെലിബ്രേഷൻ എന്തോ നടന്നു. ചിലപ്പോൾ നിങ്ങൾ പിക്നിക്കിന് പോവുക, ടൂറ് പോവുക, ഹണിമൂൺ ഒക്കെ പ്ലാൻ ചെയ്ത ആളുകളായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ തമ്മിലുള്ള, ചിലപ്പോ നിങ്ങളുടെ വീട്ടുകാർ തമ്മില് കൊടുക്കൽ വാങ്ങൽ, വിവാഹ സമയത്ത് കൊടുക്കൽ വാങ്ങലിലുള്ള ഒരു ചർച്ചയുടെ പ്രശ്നമായിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒരു കല്യാണാലോചന വന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ വീട്ടുകാരുടെ ഇടപെടലുകൾ കൊണ്ട് ഈ റിലേഷൻഷിപ്പ് കുളമായ പോലെ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിരുന്ന പോലെയാണ്. പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള, വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണോ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല. ചിലപ്പോ കല്യാണ സമയത്ത് എൻഗേജ്മെന്റ് സമയത്ത് കൊടുത്ത ഗിഫ്റ്റ് കുറഞ്ഞു പോയി എന്നൊക്കെ ചിലർ പറയുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ആരോ പറഞ്ഞിട്ട് പ്രശ്നമായാണോ എന്ന് അറിയില്ല. എന്തായാലും സെലിബ്രേഷൻ കഴിഞ്ഞപ്പോഴാണ്, ഒരു സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്നത്. പക്ഷെ സ്നേഹം ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തി വളരെ ആലോചിച്ചേ ചെയ്യുള്ളൂ. എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. തിരിച്ചു വരാൻ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഈ വ്യക്തി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? അതാണ് നമ്മളുടെ ചോദ്യം. ഈ വ്യക്തി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോ ഏസ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. ഏസ് ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ തുടക്കത്തിലേ ഇങ്ങനെ പ്രശ്നമായി, ഇനിയിപ്പോ മുമ്പോട്ട് പോകുമ്പോ എന്തായിരിക്കും, അതാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു ചോദ്യമായിട്ട് കിടക്കുന്നത്. ഇപ്പൊ തന്നെ പ്രശ്നം തുടങ്ങി, ഒന്നും ആയിട്ടില്ല, റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് മുമ്പോട്ട് പോയിട്ടില്ല, അതിനു മുമ്പേ പ്രശ്നമായി, ഇനി എന്തൊക്കെയായിരിക്കും വരാനിരിക്കുന്നത്, ആ ഒരു ഭയം, മുമ്പോട്ട് ഇനി എങ്ങനെ പോകണം എന്ന ഒരു ആശയക്കുഴപ്പം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. സ്നേഹമുണ്ട്, ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷേ മുമ്പോട്ട് ഇനി ആലോചിക്കുന്നുണ്ട് ഇനി എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കാമെന്ന്. പക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഇപ്പൊ തന്നെ ഇങ്ങനെ പ്രശ്നമാണെങ്കിൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? അപ്പൊ ഞാൻ ഇതിലെ മുമ്പോട്ട് ഇനി വന്നു കഴിഞ്ഞ് റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാല് ഇത് വലിയ പ്രശ്നമാകുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഏസ് ഓഫ് വാൻസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്, റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ആശയക്കുഴപ്പത്തിലാണ് വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ തൽക്കാലം ആക്ഷൻ ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പൊ ചിലപ്പോ കുറച്ച് സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാരണം വ്യക്തിക്ക് സ്നേഹമുണ്ട്, നിങ്ങളോട് ഈ പേജ് ഓഫ്, സോറി,
ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ആ ചഷകത്തിനുള്ളിൽ സ്നേഹം ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒഴുകുകയാണ്, നിറഞ്ഞു കവിയാന്ന് അറിയും, അത്രയും സ്നേഹമാണ് നിങ്ങളോട്. പക്ഷെ ഒരു ആശയക്കുഴപ്പം, മുമ്പോട്ട് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു ആശയക്കുഴപ്പത്തിലാണ് ഈ വ്യക്തി നിൽക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് ചോദിക്കാം, എപ്പോഴത്തേക്ക് ഈ വ്യക്തി ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞപ്പോ ചാടിക്കേറി വന്നതല്ലോ. അതാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ, എനിക്ക് ഇപ്പൊ തന്നെ ആക്ഷൻ എടുക്കണമെന്ന് പറയുന്നുണ്ട്. ഫൂൾ കാർഡ് റിവേഴ്സ്, ന്യൂ ബിഗിനിങ് ആണ്, റിസ്ക് എടുക്കാൻ പേടിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തുചാട്ടമുള്ള ഒരാളാണ്. അപ്പോ വളരെ ഫോഴ്സ്, ഒരു കാര്യം ആരും പറയുന്നത് കേൾക്കാറില്ല. ഈ വ്യക്തിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഈ വ്യക്തിയുടെ ഡിസിഷൻ ആണല്ല, മറ്റുള്ളവർക്ക് അതിൽ ഒരു അഭിപ്രായമില്ല, ആ അഭിപ്രായം വ്യക്തി കേൾക്കില്ല, ഒരു ലീഡർ ആണിത്. അപ്പൊ ഏതെങ്കിലും ഒരു ഓഫീസിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി, ലീഡറിലെ മാനേജറോ സീനിയർ മാനേജറോ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ വ്യക്തിയുടെ തീരുമാനങ്ങളെല്ലാം ഈ വ്യക്തിയുടെ സ്വന്തമാണെന്നാണ് പറയുന്നത്. ഈ വ്യക്തി വളരെ തൃപ്തിയുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള സ്നേഹം, നിങ്ങളെ ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ഫാമിലി മൊത്തമില്ലേ, അവിടെയാണ് വ്യക്തിക്ക് കൺഫ്യൂഷൻ വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോ ഹാപ്പിയാണ് ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചതില്. പക്ഷേ ഇത് കംപ്ലീഷനിലേക്ക് എത്തിയിട്ടില്ല, 9 വരെ എത്തിയിട്ടില്ല, 10ലേക്ക് പോകണം, ഒരു ജഡ്ജ്മെന്റ്. അപ്പൊ വ്യക്തി പറയുന്നത്, ഇതിപ്പോ എനിക്ക് ദൈവം കാണിച്ചു തരുന്നതാണോ, എന്തെങ്കിലും ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് കാണിച്ചു തരുന്നതാണോ? അപ്പൊ ഇതുവരെ ഉണ്ടായ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യണം നിങ്ങളുമായിട്ട്. ഈ വ്യക്തിയുടെ, നിങ്ങൾ എങ്ങനെയാണ് ഈ വ്യക്തിയോട് പെരുമാറിയിരുന്നത് എന്നൊക്കെ ഒരു തിരിഞ്ഞു നോട്ടം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തി തിരിഞ്ഞു നോക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇതുവരെ നടന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 6 ഓഫ് വാൻസ് ആണ്. 6 ഓഫ് വാൻസ് ഒരു വിക്ടറി വേണം, നിങ്ങളെ വ്യക്തിക്ക് സ്വന്തമാക്കണം. അപ്പോ നിങ്ങൾ കാണാൻ മോശമില്ലാത്ത, 4 പേര് കണ്ടാലും അടിപൊളിയാണല്ലോ എന്ന് പറയുന്ന, ചിലപ്പോൾ നല്ല എഡ്യൂക്കേഷൻ ഉള്ള, നല്ല സൗന്ദര്യമൊക്കെ എന്താ പറയാ തൊലിപ്പുറം മാത്രമേ ഉള്ള കാര്യം, എന്നാലും അത് ഇമ്പോർട്ടന്റ് ആണ് മിക്കവർക്കും. നല്ല ജോലിയിൽ ഇരിക്കുന്ന, നല്ല ഫാമിലി, അങ്ങനെയുള്ള ഒരു കാര്യം. അപ്പൊ ഈ വ്യക്തി ഒന്ന് അനലൈസ് ചെയ്യാനാണ്, നിങ്ങളെ വിട്ടുകളയാമോ അതോ നിങ്ങളുമായിട്ടുള്ള കണ്ടിന്യൂഷൻ വേണോ എന്ന്. കാരണം ഈ വ്യക്തിയുടെ തീരുമാനമാണിത്, മനസ്സിലായോ? അപ്പോ വ്യക്തി ഈ ചോയ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. വേറെ ആലോചന എന്ന് പറയുമ്പോൾ പല റിലേഷൻഷിപ്പ് വരുമല്ലോ, പല കല്യാണാലോചനകൾ വരും. നിങ്ങൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളെയാണ്. അപ്പൊ വ്യക്തി നിങ്ങളെ തന്നെ തെരഞ്ഞെടുക്കും. ചിലപ്പോ ഒരു 7 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 7 മാസമോ ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ നിങ്ങളെ തന്നെയാണ് വ്യക്തി സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വ്യക്തിക്ക് കുറച്ച് സമയം വേണം, അത്രയേ ഉള്ളൂ. അപ്പോ ഇവിടെ ഏരീസ് എക്വേരിയസ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ക്യാൻസർ പൈസസ് സ്കോർപിയോ, സ്കോർപിയോ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ഇത്രയുമാണ് കാർഡ് വന്നത്. ഇനി നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ്. അപ്പോ ചിലപ്പോൾ ഒരു 7 മാസത്തിനുള്ളിൽ 7 ആഴ്ച, 7 മിനിറ്റ്, 7 മണിക്കൂർ, 7 നമ്പർ വന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇന്നത്തെ റീഡിങ് എനിക്ക് വളരെ മനസ്സമാധാനമുള്ള റീഡിങ് ആണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചു വരും. ക്വീൻ ഓഫ് സ്വേർഡ്സ് വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാല് സ്വന്തം അഭിപ്രായമുള്ള ഒരാള്. ക്വീൻ ഓഫ് സ്വേർഡ്സിന്റെ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിൽക്കണമെന്നാണ്. ആ എനർജിക്ക് അറിയാം എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ വിലക്കെടുക്കില്ല, മനസ്സിലായി? ചിലപ്പോ ഇതൊരു 2ാം കല്യാണമായിരിക്കാം, നിങ്ങൾ രണ്ടുപേരും 2ാമത് വിവാഹം കഴിക്കുന്നവരായിരിക്കും, ആദ്യത്തെ റിലേഷൻഷിപ്പ് പോയതായിരിക്കും. എന്തായാലും മെച്ചുവേർഡ് ആണ് നിങ്ങൾ. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. വേറെ കാര്യമൊന്നും ആവശ്യമില്ല, ഈ ക്വീൻ ഓഫ് സ്വേർഡ്സ് മതി. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം അഭിപ്രായങ്ങളുള്ള, നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയുക, ആരുടെയും പുറകെ നിങ്ങൾ പോവില്ല, മനസ്സിലായോ? സ്നേഹമില്ലാത്ത ആളല്ല, പക്ഷെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, എന്താണ് ശരി, എന്താണ് തെറ്റ്, അത് വളരെ ക്ലിയർ ആണ് നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ നിങ്ങൾ അതേ എനർജി നിൽക്കുക, ഈ വ്യക്തി വന്നോളൂ എന്നാണ് പറയുന്നത്. മിക്കവാറും നിങ്ങൾ തമ്മിലൊരു ഫയർ സൈനും എയർ സൈനും തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കും. ഫയർ എന്ന് പറയുമ്പോൾ ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്, എയർ എന്ന് പറയുമ്പോൾ അക്വേറിയസ് ലിയോ ജെമിനി ആണ്. അങ്ങനെ ഒരു കണക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഈ വ്യക്തി വരും കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ